ഞാൻ ഒരു ആമുഖമായിട്ട് ഒരു വാക്ക് പറയാം. ദൈവം ആർക്കും കടക്കാരനാകുകയില്ല. ഇത് ജീവിതം കൊണ്ട് പഠിച്ച മനുഷ്യനാണ് ഞാൻ. ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ, ദൈവത്തിൻ്റെ ഹൃദയം അറിയുവാൻ, ദൈവത്തിൻ്റെ വഴികൾ അറിയുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയാൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ ദൈവവചനം വായിക്കണം. അതുമാത്രമേ ശാശ്വതമായി ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു സത്യമുള്ളൂ. മനുഷ്യജീവിതത്തിൻ്റെ കാറ്റലോഗാണ് ബൈബിള്. എൻ്റെ 42 വർഷത്തെ ആത്മീയ ജീവിതം കൊണ്ട് 42 പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്തു. എന്നിട്ടും അതിനോടുള്ള ആവേശം എനിക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും എൻ്റെ അന്തരംഗം ജ്വലിക്കുകയാണ് ദൈവവചനത്തിൻ്റെ മുൻപിൽ. കാരണം ദാവീദാണ് എൻ്റെ റോൾ മോഡൽ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തകർച്ചകളും, എല്ലാ പാപ സാഹചര്യങ്ങളും, അതിനുണ്ടാകുന്ന കോൺസിക്വൻസും എൻഡും വളരെ നല്ലതായിരുന്നു ദാവീദിൻ്റെ. അവസാനം സോളമനോട് പറയും, നീയോ എൻ്റെ മകനെ സോളമനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ. അങ്ങനെ അപ്പനൊരു ദൈവമുണ്ടെന്ന് എൻ്റെ മക്കൾക്ക് എനിക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ. രണ്ടാമത് ദാവീദ് പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ഇപ്പോഴോ ഞാൻ വൃദ്ധനായി, നീതിമാൻ്റെ സന്തതികൾ അപ്പത്തിന് ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അനധികൃതമായ ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. പക്ഷെ ദൈവവചനം എൻ്റെ ജീവിതത്തിന്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. ദൈവവചനം അതാണ് എൻ്റെ ശക്തി. ജീവിതത്തിലെ തകർച്ചകളുണ്ടായി. ഒരു രാത്രി മുഴുവൻ ഞാനിരുന്ന് കരഞ്ഞിട്ട് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ, ഇസ്രായേൽ കന്യകയെ, നിന്നെ ഞാൻ പടുത്തുയർത്തും, നീ തപ്പുകൾ കൊട്ടും, കിന്നരം മീട്ടും, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. ഇതാണ് എനിക്ക് കിട്ടുന്ന തങ്കച്ചായ. അക്ഷരാർത്ഥത്തിൽ മുന്തിരിത്തോട്ടം എനിക്ക് നട്ടുപിടിപ്പിക്കാനുള്ള സ്ഥലം കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുണ്ടായിരുന്നു. ദൈവവചനം പോഷ്ക്ക് സംസാരിക്കത്തില്ല. ഞാൻ 100 കിലോമീറ്റർ അകലെ എല്ലാ ബുധനാഴ്ചകളിലും വണ്ടിയുമായി പോയി ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. പഴയ നിയമം ദൈവം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, എന്തിനു പഴയ നിയമം ഇത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം അത് പലരുടെയും ജീവിതത്തിൻ്റെ മിസ്റ്റേക്കുകളാണ്. ഇൻ്റലിജൻറ്റ് പീപ്പിൾ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്ക്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ഇസഹാക്കിനുണ്ടായിട്ടുണ്ട്, യാക്കോബിനുണ്ടായിട്ടുണ്ട്, ദാവീദിനുണ്ടായിട്ടുണ്ട്, സോളമനുണ്ടായിട്ടുണ്ട്. ബൈബിളിൽ ഒരുപക്ഷെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ജീവിച്ചത് ദാനിയേൽ പ്രവാചകനോ ഇവൻ പൗലോസിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർവ്വ ജോസഫോ കാണുകയുള്ളൂ. പക്ഷേ ഈ മിസ്റ്റേക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണം, അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. അത് തീർച്ചയായിട്ടും ദാവീദ് ഒരു തെറ്റ് ചെയ്തപ്പോൾ ദൈവം 3 ശിക്ഷയാണ് കൊടുത്തത്. നീ രഹസ്യത്തിൽ ചെയ്ത് നിൻ്റെ മക്കൾ പെരപ്പുറത്ത് ചെയ്യും, നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒരിക്കലും ഒഴിയത്തില്ല, നിൻ്റെ ഈ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യും. കണ്ടോ ദൈവം കൊടുത്ത ശിക്ഷ. കാരണം അവൻ കൊലപാതകം ചെയ്തു, ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ചു, അതിലൂടെ തിന്മ പ്രവർത്തിച്ചു, പക്ഷെ ദൈവം ശിക്ഷിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അതിനുവേണ്ടി ഇന്നും ഞാൻ എൻ്റെ പ്രയത്നവും എൻ്റെ ജീവിതവും അതിനു വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഇടവകയിലെ കുട്ടികൾ ബൈബിൾ വായിച്ചു തീർത്താലും ഞാൻ അവർക്കൊരു ബൈബിളും ഒരു പാരിതോഷികവും കൊടുക്കും. അതുപോലെ കേരളത്തിന് പുറത്തും ഓൺലൈനിൽ കൂടെ ഞാൻ 3 ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഓരോ പുസ്തകങ്ങളും ഓരോ അധ്യായങ്ങളായിട്ട് പഴയ നിയമം എടുത്തിട്ട് ബൈബിൾ വായിച്ച് തീർക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമായിരുന്നു. പലരും സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പല ഗ്രൂപ്പിലും സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. POC 100 കണക്കിന് ബൈബിൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 10-50 ബൈബിൾ സ്റ്റോക്കുണ്ട്. കാരണം ഇതാണ് എൻ്റെ തപസ്യ, ഇതാണ് എൻ്റെ ജീവിതചര്യ. ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാതെ നിലനിൽക്കും. അതിനായി എൻ്റെ ജീവിതം, ശിഷ്ടമുള്ള ആയുഷ്കാലവും ഞാൻ അതിനായിട്ട് ചിലവഴിക്കും. ഇതോടൊപ്പം തന്നെ ഇത്രമാത്രം ബൈബിളിന് നമുക്ക് സ്നേഹമുണ്ട്, നമ്മളിതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവം മറ്റു മനുഷ്യരിലേക്ക് പകർന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ കയ്യിൽ. ഉണ്ട്. അവിടെ തുടങ്ങിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അതുപോലെ മറ്റു മനുഷ്യരുടെ ശുശ്രൂഷ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത്, അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? അച്ഛയ, ഞാൻ ബൈബിളിനെ കുറിച്ച് പ്രസംഗിക്കുകയും ബൈബിളിൽ നിന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴേ ദൈവാനുഗ്രഹങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ജനത്തോട് പറയും. പലരും തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ബ്രദറെ ഞങ്ങൾ നിയോഗം വെച്ച് ബൈബിൾ വായിച്ചു,
ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ദൈവം അത്ഭുതകരമായ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഇതോടൊപ്പം തന്നെ ഈ കത്തോലിക്ക ആധ്യാത്മികതയുടെ ഒരു പ്രത്യേകതയാണല്ലോ, വചനത്തിൽ വീണ്ടും ജനിച്ചു കഴിയുന്നവൻ ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് വരുമല്ലോ. സഭാത്മകമായ ദർശനം അത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിട്ടോ കമ്മ്യൂണിറ്റികളായിട്ടൊക്കെ വരുമല്ലോ. അതും ആ മാതിരി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തങ്കച്ചായ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഞാൻ ഒരു പരിധിവരെ മാനുഷികമായിട്ട് അവഗണിച്ചിട്ട് എന്ന് പറയാം. കാരണം വണ്ടിയുള്ള ഒരു വ്യക്തി സൗദി അറേബ്യയിൽ ഞാനായിരുന്നില്ല. അതുകൊണ്ട് രാവും പകലും ഇതിനു വേണ്ടി ഞാൻ ഓടി നടക്കും. ഓരോ ക്യാമ്പുകളിലും ഒരു ക്രിസ്ത്യാനി ഉണ്ട് എന്നറിഞ്ഞാൽ അവിടെ ചെല്ലും. അവനൊരു കത്തോലിക്കനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവനെ പ്രാർത്ഥനയെ കൊണ്ടുവരും. അഥവാ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരനാണെങ്കിലും താല്പര്യപൂർവ്വം അവൻ നമ്മുടെ പ്രാർത്ഥനയെ വരും. അപ്പം ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് എന്തുമാത്രം തിക്ത അനുഭവങ്ങൾ, എത്രയോ പ്രാവശ്യം ജോലി പോയി, എത്രയോ പ്രാവശ്യം നമ്മളെ പല രീതിയിലും അപായപ്പെടുത്താൻ, ഒറ്റിക്കൊടുക്കുവാൻ ഒക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് ഒരു ഹെൽപ്പിംഗ് സിൻഡ്രോസിസം. ഞങ്ങളുടെ കമ്പനിയിലെ ഒരു പയ്യനെ, അവൻ ഒരു ഹെൽപ്പറായിരുന്നു. അവൻ ഞങ്ങൾ ആരും അറിയാതെ വലിയൊരു പിക്കപ്പ് എടുത്തുകൊണ്ട് പോയി അക്കാലത്തൊരു ലെക്സസ് വണ്ടിയെ ഇടിച്ചു. അവനെ പിറ്റേ ദിവസം കയറ്റി വിടും. അതാണ് അവിടുത്തെ നിയമം. ലൈസൻസ് ഒന്നും ഇല്ലാത്തവന്. അവൻ എന്നെ വിളിച്ചു വിറച്ചുകൊണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ആൾത്തിരക്ക. ആർക്കും അറിയത്തില്ല ആരാ ഇടിച്ചെന്ന്. ആ കുറ്റം ഞാൻ ഏറ്റെടുത്തു. എന്നെ ജയിലിലോട്ടിട്ടു. ഇനിയും ഞങ്ങളുടെ PRO വന്നിട്ട് വേണം എന്നെ ഇറക്കാൻ. ഇവൻ സ്വതന്ത്രനായി. അങ്ങനെ ഇവനെ ഞാൻ രക്ഷപ്പെടുത്തി. ഒരു പാകിസ്ഥാനി ഇവൻ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവനാണ് എനിക്കെതിരെ ഒറ്റിക്കൊടുത്ത്. അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, നമുക്ക് അവനെ പിടിപ്പിക്കാം. ഞാൻ അവനോട് പോയി ചോദിച്ചാൽ, നീ ഇങ്ങനെ ചെയ്തല്ലോടാ, വേറെ ആര് ചെയ്താലും എനിക്ക് വിഷമമില്ല. ദാവീദ് രാജാവ് പറയുന്നില്ലേ, ആരാണ് എൻ്റെ ശത്രുക്കളെ? എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവനും എൻ്റെ ഒപ്പം കിടന്നുറങ്ങിയവനും. എൻ്റെ കൂടെ 35 വർഷം ദാവീദിൻ്റെ പാത്രത്തിൽ നിന്ന് കഴിച്ച അഹിതോപ്പലാണ് ദാവീദിനെ ഒറ്റിക്കൊടുത്ത്. പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നവനെ ഒറ്റിക്കൊടുത്തു. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ദൈവം ഇതിനൊക്കെ അപ്പുറമാണ്. ദൈവം നിൻ്റെ തലയിലെ ഓരോ തലമുടിയും നമ്പേടെന്നാണ് പറയുന്നത്. ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ ദുബായിലും സംഭവിച്ചത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വൈദികൻ, ബെന്നി എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരു ബെന്നി അച്ഛൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, അടുത്ത 2 വർഷം കഴിയുമ്പോൾ നീ ദുബായിലെ കരസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു. എൻ്റെ കൈയും കാലും വിറച്ചു. ഒരു മനുഷ്യരെന്നെ അറിയത്തില്ല. സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ ചെന്നതാണ്. പക്ഷെ ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കും. ദുബായിലെ ലീഡർഷിപ്പ് വന്നിട്ടുണ്ട് 2 വർഷം കഴിഞ്ഞ്, കറക്റ്റ് 2 വർഷം കഴിഞ്ഞപ്പോൾ കോർഡിനേറ്ററായി ഞാൻ. ഗോസ്പൽ മിനിസ്ട്രിയുടെ UAE കോർഡിനേറ്ററായിരുന്നു. അവിടുത്തെ 2 വർഷത്തിന് ശേഷം പോരുന്ന അന്ന് വരെ എല്ലാ തലപ്പത്ത് തന്നെ 2011 വരെ ഞാൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം പോഷ്ക്ക് സംസാരിക്കത്തില്ല, ദൈവമക്കളിലൂടെയും പോഷ്ക്ക് സംസാരിക്കുകയില്ല. അതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് തങ്കച്ചായ.